അടുപ്പിച്ചൊരു 2-3 ദിവസം ലീവ് കിട്ടിയിട്ട് വേണം എവിടേക്കെങ്കിലും ഒന്ന് കറങ്ങാൻ പോകണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നു. 3 പേരും ഒരുമിച്ച് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഒരു അക്കോമഡേഷനിൽ തന്നെയായിരുന്നു. അപ്പം നമുക്ക് രാത്രി വേണേലും എവിടെ വേണേലും പോവായിരുന്നു. പക്ഷെ 3 പേരും 3 കമ്പനിയിലോട്ട് മാറിയതിന് ശേഷം സത്യം പറഞ്ഞാൽ ഒന്നിച്ച് കൂടാനോ അല്ലെങ്കിൽ പുറത്ത് പോകാനോ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അബുദാബിയിലും ഒരാൾ ദുബായിയുടെ ഇങ്ങേറ്റവും ഒരാൾ ദുബായിയുടെ സെൻറ്ററിലുമായിട്ടാണ് ഉള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ നാഷണൽ ഡേയുടെ വരവ്. ഇതൊന്നും നോക്കിയില്ല, എല്ലാവരും കൂടെ ഒരുമിച്ചങ്ങ് കൂടി. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കരാമ ഫുൾ ചുറ്റിക്കറങ്ങി വൈകുന്നേരം ആയപ്പം 3 യെല്ലോ കളറിൻ്റെ ബോട്ടിലിൻ്റെ അടപ്പനും ഒപ്പിച്ചിട്ട് ഞങ്ങളങ്ങ് പോയി ഗ്ലോബൽ വില്ലേജിലോട്ട്. ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് കരുതി. ആക്ച്വലി ഞങ്ങൾ അവിടെ ചെന്നപ്പം ഒരുപാട് ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ ക്യൂവിലൊക്കെ നിന്ന് ഒരു സെക്ഷൻ ടിക്കറ്റ് എടുക്കുന്നവരും ഒരു സെക്ഷൻ ഈ ഒരു അടപ്പൻ കൊടുക്കുന്നവരുമാണ് ഉണ്ടാവുക ടിക്കറ്റ് എടുക്കാൻ. അപ്പം ഞാനവിടെ പോയി നിന്ന് ടിക്കറ്റ് എടുത്ത് പിന്നെ നമ്മൾ 3 പേരും എൻട്രി ആയി. അതിൻ്റെ ഉള്ളിലോട്ട് പോയി. അവിടെ ഒരുപാട് കാണാനുണ്ട് കേട്ടോ. ഓരോരോ കൺട്രീസിൻ്റെ പാവലിയൻസ് ഉണ്ട്. അത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഓരോരോ കൺട്രീസിൻ്റെ കൾച്ചറൽസും അതുപോലെ തന്നെ അവരുടെ ജ്വല്ലറീസ്, അവരുടെ ഫുഡ്സ് ഡിഫറെൻറ്റ് കൺട്രീസാണ്. എനിക്ക് തോന്നുന്നു ഒരുപാടുണ്ട്. നമ്മുടെ ഇന്ത്യ, ഈജിപ്ത്, ഒമാൻ, അതുപോലെ തന്നെ ജപ്പാൻ, ഒരുപാട് കൺട്രീസ്. ഇപ്പം നമുക്കിങ്ങനെ ഓർത്ത് പറയാൻ പറ്റത്തില്ലല്ലോ. ഒരുപാട് ഇങ്ങനെ കണ്ട് നടക്കുമ്പോഴാണ് ഒമാൻ ഏരിയയിൽ വന്നപ്പം അവരുടെ ഒരു കൾച്ചറൽ ഡാൻസ് കണ്ടു. അവിടെ കുറച്ച് നേരം കണ്ടു നിന്ന് പിന്നെ കുറച്ച് നമ്മൾ ഈ ഒരു എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഏരിയയിലോട്ട് പോയി. അവിടെ ചെന്നപ്പം ഈ ഒരു ഡ്രാക്കുള പാർക്ക് പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. ഈ ഒരു മുകളിലോട്ടേക്ക് കറക്കുന്ന ഇതുണ്ടല്ലോ, ഇത് കണ്ട് നിൽക്കുമ്പോൾ തന്നെ തല കറങ്ങും. കാരണം അത്രയും കഷ്ടമാണ് അത് കണ്ട് നിൽക്കാൻ തന്നെ. ഞങ്ങൾ 3 പേരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കൂടണം, ഒന്ന് എൻജോയ് ചെയ്യണം അങ്ങനെയൊക്കെ കരുതരുത്. ഇത് നമുക്ക് ഒരുപാട് നടന്ന് കാണാനുണ്ട്. നമുക്കൊരു ഭാഗത്ത് ഇരുന്ന് സംസാരിച്ച് അങ്ങനെയൊന്നും പറ്റത്തില്ല. എന്തായാലും അതൊക്കെ കണ്ട് രാത്രി ഒരു 10-10:30 ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങളത് കണ്ട് തിരിച്ച് ബസ് കയറി മോൾ ഓഫ് എമിറേറ്റ്സിൽ വന്ന് KFC ഒക്കെ കഴിച്ച് ഞങ്ങൾ 3 പേരും 3 വഴിക്ക് പിരിഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും അത്രയൊക്കെയുള്ളൂ. ഓക്കെ, ബായ്.